കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. അമ്മയുടെ പിറന്നാൾ ദിവസത്തിൽ നമ്മളൊരു ഗണപതി ഹോമം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസം പൂജാരി വന്നിട്ട് വൈകുന്നേരം തന്നെ അതിന് വേണ്ടുന്ന ചില ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പോയത്. അതിനെന്തൊക്കെയാണ് ഒരുക്കങ്ങൾ ചെയ്തു വെച്ചതെന്നൊക്കെ ഇപ്പം നമുക്ക് കാണാം. പിറന്നാളിന് വേണ്ടിയിട്ട് പെങ്ങളും മരുമകൻ്റെ ഭാര്യയൊക്കെ തലേ ദിവസമേ എത്തിയിട്ടുണ്ട്. അമ്മയാണ് അവിടെ ഇരിക്കുന്നത്. അമ്മ നല്ല സന്തോഷത്തിലാണുള്ളത്. മക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, ആ ഒരു നല്ല സന്തോഷത്തിലാണ്. ഇതാണ് ഗണപതി ഹോമത്തിന് വേണ്ടിയിട്ട് പത്മം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് പൂജാരി. ഇന്ന് തലേ ദിവസം തന്നെ പത്മമൊക്കെ ഇട്ട് വെച്ച് പോയി കഴിഞ്ഞാൽ രാവിലെ 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഗണപതി ഹോമം നടത്താൻ പറ്റുമല്ലോ. അത് കാരണമാണ് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നത്. ഈ ചെയ്യുന്നതിന് പത്മം ഇടുക എന്നാണ് പറയുക. കളം വരച്ചിട്ട് അതിനകത്ത് ഇല വരച്ചിട്ട് അതിനകത്താണ് പിന്നെ നെല്ല് അരികളൊക്കെ ഇടുക. ഒരു സൈഡിൽ പത്മം ഇട്ട് കഴിഞ്ഞു. ഇപ്പം ഹോമകുണ്ടത്തിനകത്ത് പത്മം ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഹോമകുണ്ടത്തിനകത്തും പത്മം ഇട്ടു. 2 നിലവിളക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പത്മം ഇട്ടതിൻ്റെ കളം വരച്ചതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് 2 നിലവിളക്കും വെച്ചിട്ടുണ്ട്. ഇപ്പം ദർഭ വെച്ചിട്ടുള്ള കൊണ്ടുള്ള പരിപാടികൾ ചെയ്യുകയാണ്. ദർഭ രാവിലത്തേക്ക് പൂജയ്ക്ക് വേണ്ടുന്ന ദർഭകളൊക്കെ ഇപ്പോഴേ ഒരുക്കി വെക്കണമല്ലോ. അങ്ങനെ ദർഭകളൊക്കെ ഒരുക്കി വെക്കുകയാണ്. ഓരോരോ കെട്ടുകളായിട്ടും എവിടെയൊക്കെ എങ്ങനെ വേണമെന്നുള്ളത് പൂജാരിക്ക് അറിയുന്നതല്ലേ. പൂജാരിക്ക് അറിയുന്ന കാര്യങ്ങൾ അവർ മുന്നൊരുക്കമായിട്ടെല്ലാം ചെയ്തു വെക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയായി. ദർഭ വെച്ചു, കിണ്ടി, വിളക്ക്, ശംഖ് എല്ലാം വെച്ചു, കൊടിവിളക്ക് വെച്ചു, ധൂവക്കോരി വെച്ചു, എല്ലാം വെച്ചിട്ട് എല്ലാം റെഡിയായി കഴിഞ്ഞു. പെങ്ങൾ അമ്മക്ക് കൊണ്ടുവന്ന് സെറ്റ് മുണ്ടും ബ്ലൗസും നോക്കുകയാണ്. ഇനി നാളെ രാവിലത്തേക്ക് ഗണപതി ഹോമത്തിന് വേണ്ടുന്ന കൊട്ടത്തേങ്ങകൾ കൂടെ ഒരുക്കുകയാണ് പൂജാരി. നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. എൻ്റെ അനുജനാണത്. ഒന്നും മരുമകനാണ്. കറുത്ത കുപ്പായിട്ടത് എൻ്റെ മരുമകൻ, മറ്റേതെൻ്റെ അനിയനാണ്. എല്ലാവരും ഇങ്ങനെ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്ന പെങ്ങൾ രണ്ടാമത്തെ പെങ്ങളും എത്തിയിട്ടുണ്ട്. അതാ പെങ്ങൾ പേടിച്ചു പോയി. ഗണപതി നാരങ്ങ മുറിച്ചിട്ട് വെച്ചു, കരിമ്പ് റെഡിയാക്കി. ഇപ്പോൾ രാവിലെ വന്നിട്ട് അഷ്ടദ്രവ്യം ഉണ്ടാക്കാൻ തുടങ്ങി. ചൂളയിനകത്ത് ഉരുളി വെച്ച് വെല്ലം പാവാക്കി അതിനകത്ത് കൊട്ടത്തേങ്ങയും പഴവും കൂടെ വേവിക്കുകയാണ്. അത് ശരിക്ക് വെന്ത് കഴിഞ്ഞതിന് ശേഷം ആണ് അതിനകത്ത് അവലിടുന്നത്. തിളക്കാൻ തുടങ്ങി. എല്ലാം കൂടിയിട്ട് കുറച്ച് തിളച്ച് വന്നു. ഈ ഒരു തേങ്ങ ഇതിന് 2 തേങ്ങ പൂളി വെച്ചു. ബാക്കിയുള്ള തേങ്ങ ഇതിനകത്ത് ചിരകിയിട്ടാണ് ഇടുന്നത്. അതെല്ലാം ത്രിമരുദ്രം ഉണ്ടാക്കി വെച്ചു. അവലിടാൻ തുടങ്ങിയിട്ടുണ്ട്. അഷ്ടദ്രവ്യത്തിന് വേണ്ടുന്ന അവൽ ഇടുന്നുണ്ട്. ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം അല്ലേ? ഗണപതി ഹോമത്തിന് വേണ്ടുന്ന പ്രസാദത്തിനാണ് നമ്മൾ അഷ്ടദ്രവ്യം എന്ന് പറയുന്നത്. അതിൽ അത്രയും ചേരുവകൾ ചേരുന്നുണ്ട്. കുറച്ച് പണികളെല്ലാം തലേദിവസമേ ചെയ്തു വെച്ചു. അപ്പോൾ രാവിലെ വന്നിട്ട് അപ്പം അധികം പണിയില്ല. അപ്പം എല്ലാം അഷ്ടദ്രവ്യം റെഡിയാക്കി വെച്ചു. ഇനി പൂജ തുടങ്ങണം. അതാ പൂജാരിക്ക് കൊടുക്കേണ്ട മുണ്ട് ഞാൻ ദക്ഷിണയായിട്ട് കൊടുത്തു. പൂജാരി മുണ്ടെടുത്ത് തെറ്റെടുത്ത് ഗണപതി ഹോമം ആരംഭിച്ചു. അതെ, ഹോമകുണ്ടത്തിലേക്ക് അഗ്നി പകർന്നു. എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മളെ ബന്ധുക്കളെല്ലാം ഉണ്ട്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും 4 വശത്ത് ഇരുന്ന് നോക്കുകയാണ്. ഇപ്പോൾ കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഒരു പൂജയെല്ലാം കഴിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യം അരിയിടണം അല്ലേ? ആദ്യം അരിയിടണം. എല്ലാവരും അരിയിട്ടതിന് ശേഷമാണ് പൂജ തുടങ്ങുന്നത്. ഇപ്പോൾ ഹോമകുണ്ടത്തിന് അഗ്നി പകർന്നു. എല്ലാവർക്കും അത് അരി കൊടുത്ത് അരി ഹോമകുണ്ടത്തിലേക്ക് ഓരോരാളായിട്ട് ഇടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള ഗണപതി ഹോമം തുടങ്ങുക. അതെ, പെങ്ങന്മാരും അനിയനും ഏട്ടനും ഏട്ടത്തിയും എല്ലാവരും ഉണ്ട്. എൻ്റെ മൂത്ത അടുത്തിയാന്നത്. അതെ, എല്ലാവരും ഉണ്ട്. അമ്മയൊന്നും കട കസേരയുമ്പോൾ എൻ്റെ മൂത്തേട്ടനത്. അതാ ഇപ്പോൾ പൂജാരി ഗണപതി ഹോമത്തിൻ്റെ പൂജകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം പൂജ അവസാനിക്കാനായില്ലേ? നല്ലപോലെ പുകയെല്ലാം വന്നു. കൊട്ടത്തേങ്ങയിലേക്ക് ഇടുന്നത് അഷ്ടദ്രവ്യം ഉണ്ടാക്കി അഷ്ടദ്രവ്യം ഗണപതി ഹോമത്തിൽ അതിനകത്ത് ഹോമിക്കണം.
ഉം. എല്ലാവരും നിൽക്കുന്നുണ്ട്. പൂജ തീരാറായതാ. പൂജ കഴിഞ്ഞു. ഇതൊന്നാണ് കർപ്പൂരം കത്തിച്ചു. പൂജ കഴിഞ്ഞ് കർപ്പൂരം കത്തിച്ച് കർപ്പൂരം കാണിക്കുകയാണ് എല്ലാവരെയും. എല്ലാവരും വന്നിട്ട് തൊഴുതൂല്ലേ. തൊഴുതു. ഇനി അപ്പോൾ ആ പൂജാരി നമ്മളടുത്ത് പറയുന്നത് പ്രസാദം വാങ്ങിക്കാൻ. വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് വേണം പ്രസാദം വാങ്ങിക്കാൻ. ഗൃഹനാഥനും ഗൃഹനാഥിയും. വീട് മുഴുവൻ പുകയായി. നല്ല ഗണപതി ഹോമത്തിൻ്റെ ആ ഒരു മണം. പ്രസാദമല്ല അപ്പോൾ വാങ്ങി അപ്പോൾ അനുഗ്രഹിക്കുന്നു. പൂജാരിയുടെ അനുഗ്രഹം എല്ലാവർക്കും. നല്ലൊരു അനുഭവമായിരുന്നു. നല്ലൊരു ഗണപതി ഹോമമായിരുന്നു. പിന്നെ അമ്മേൻ്റെ പിറന്നാളല്ല അതിഗംഭീരമായി. പിറന്നാളിൻ്റെ വീഡിയോ എൻ്റെ പുറകെ വരുന്നുണ്ട്. എല്ലാം കൂടെ എഡിറ്റ് ഒന്നിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അമ്മേനെ കണ്ടോ? അമ്മ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. അതേട്ടൻ, മൂത്തേട്ടൻ. അമ്മ എല്ലാം ഗണപതി ഹോമം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ചായ കുടിക്കലായി. അതെ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലിയും ചമ്മന്തിയും. മരുമകൻ്റെ കുഞ്ഞുമോൻ ചായ സപ്ലൈ. അപ്പോൾ എല്ലാവരും അമ്മേൻ്റെ പിറന്നാളായിരുന്നു. രാവിലെ ഒരുമിച്ചായിരുന്നു ചായ കുടി. ഇതാണ് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം. അപ്പോൾ ഇതാണ് ഗണപതി പ്രസാദം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബായ്.